പാർത്ഥസാരഥിരൂപേണ ശ്രാവയിത്വാ ശുഭാം ഗിരം പാർത്ഥസ്യാർത്തിഹരോ ദേവഃ കൃപാമൂർത്തിഃ സ പാതു നഃ. ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 5-ാമത്തെ അധ്യായം ആണ് നമുക്ക് ഈ വർഷത്തെ വിഷയം. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആചാര്യ ഭഗവത്പാദർ ഭഗവത്ഗീതയ്ക്കൊരു ആമുഖം, ഉപോദ്ഘാതം എഴുതുന്നത്. സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം. വേദത്തിന്റെ അർത്ഥത്തിന്റെ സാരത്തിനെ സംഗ്രഹിച്ചിട്ടുള്ളത് എന്നർത്ഥം. അതിനോടുകൂടെ ഒന്നും കൂടെ കൂട്ടിച്ചേർക്കുന്നു, ദുർവിജ്ഞേയാർത്ഥം. ദുർവിജ്ഞേയാർത്ഥം എന്ന് വെച്ചാൽ അതിൻ്റെ വാസ്തവത്തിലുള്ള മർമ്മം, അതിനാണ് അർത്ഥം എന്ന് പറയുന്ന. അർത്ഥം ഇത്തിരി വിഷമമുള്ളതാണ് അറിയാൻ എന്നാണ്. ഏത് ശാസ്ത്രവും വളരെ സിമ്പിളായിട്ട് പറഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് ആളുകൾ അതിനെ വ്യാഖ്യാനിച്ച് കഴിയുമ്പോഴാണ് ദുർവിജ്ഞേയാർത്ഥമാവുന്നത്. ഗീതയുടെ കുഴപ്പമല്ല, വ്യാഖ്യാനിച്ചവരുടെ കുഴപ്പമാണെന്ന് ആചാര്യസ്വാമികൾ തന്നെ പറയുന്നു. അനേകൈഹി വിവൃത പദപദാർത്ഥ വാക്യാർത്ഥജ്ഞായം. വിരുദ്ധമായ അനേക അർത്ഥങ്ങളെ ആളുകൾ കൽപ്പിച്ച് ഗീതയെ മനസ്സിലാവാത്ത വിധത്തിൽ വിഷമാക്കി തീർത്തു. പക്ഷെ ഗീതയിൽ തന്നെ കൃഷ്ണൻ പറയുന്നു, വളരെ ലളിതമാണ് ഗീതാശാസ്ത്രം. പ്രത്യക്ഷ അവഗമം ധർമ്മ്യം സുസുഖം കർത്തുമവ്യയം. സുലഭമാണെന്നൊക്കെ. അങ്ങനെ ഉണ്ടായിരുന്നിട്ടും അത് ദുർവിജ്ഞേയമായിട്ട് തീരാൻ കാരണം ഗീതയെ പലവിധത്തിലും വ്യാഖ്യാനിച്ച് വിഷമം ആക്കി തീർത്തതാണെന്നാണ്. നമുക്കിന്നും നമ്മൾ ആ ഒരു ഘട്ടത്തിലാണ് ഇരിക്കുന്നത്. ഭഗവത്ഗീത എല്ലാവിധത്തിലും വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഗീതയെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറെ കഴിയുമ്പോൾ വ്യാഖ്യാതാ വേത്തി നതു കവിഹി എന്ന് സംസ്കൃതത്തിലൊരു ചൊല്ലുണ്ട്. ഒരു കവിത ചൊല്ലിക്കഴിഞ്ഞാൽ ആ കവിയുടെ അടുത്ത് വ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾ പറയത്ര, ഇനി നിങ്ങളുടെ പണി കഴിഞ്ഞു, നിങ്ങൾ മാറി നിൽക്കൂ, ഇനി ഞങ്ങൾ നോക്കിക്കോളാം അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അസമ്പ്രദായവിത് സർവശാസ്ത്രവിദപി മൂർഖവതുപേക്ഷണീയ എന്ന് ശ്രീശങ്കരൻ ഒരിടത്ത് പറയുന്നു. ശരിയായ വൈദിക സമ്പ്രദായത്തിൽ നമ്മൾക്ക് പാരമാർത്ഥികമായിട്ട് പ്രയോജനപ്പെടുന്ന, നമുക്ക് സംസാര ദുഃഖ നിവൃത്തി ഉണ്ടാക്കുന്ന, വാസ്തവത്തിൽ ശാന്തിയെ തരുന്ന, ജീവിതത്തിന്റെ മുഖ്യമായ പ്രയോജനമായ ആത്മജ്ഞാനത്തിനെ തരുന്നതായി ഈ ഗീത നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ
അങ്ങനെ ഒരു സമ്പ്രദായത്തിൽ നമുക്ക് പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ അത് നമുക്ക് വാസ്തവത്തിൽ ഗീതാർത്ഥം തെളിയില്ല. പ്രവൃത്തിമാർഗം, നിവൃത്തിമാർഗം എന്ന് രണ്ടു മാർഗങ്ങളെയാണ് ദ്വിവിധോഹി വേദോക്തോ ധർമ്മ. വൈദികമായ ധർമ്മം രണ്ടുവിധമാണ് എന്ന് ആദ്യമേ ശങ്കരൻ പറഞ്ഞു. ഒന്ന് പ്രവൃത്തിമാർഗം, ഒന്ന് നിവൃത്തിമാർഗം. പേര് കേൾക്കുമ്പോ തന്നെ കുറച്ച് മനസ്സിലാവും. പ്രവർത്തിക്കുന്നവരുടെ മാർഗം പ്രവൃത്തി മാർഗം. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അർത്ഥം. നിവൃത്തി എന്താണെന്നാണ് അറിയാത്തത്. നിവൃത്തി എന്ന് വെച്ചാൽ പിൻവലിയുക, വിത്ഡ്രോവൽ എന്നൊക്കെയാണ് അർത്ഥം. എവിടേക്ക് പിൻവലിയുക? കർമ്മത്തിൽ നിന്നും പിൻവലിയുക എന്നൊരർത്ഥം. റിട്ടയർമെന്റ്. ശരിക്ക് റിട്ടയർമെന്റ് ബാഹ്യമായി ജോലിയിൽ നിന്ന് വിരമിച്ചാൽ പോരാ. നമ്മളുടെ വാസനകളിൽ നിന്നും, നമ്മളുടെ ശരീരത്തിന്റെ പിടിയിൽ നിന്നും സുഖം ബന്ധാത് പ്രമുച്യത്തെ എന്നാണ് ഗീതാർത്ഥം. സുഖം ബന്ധാത് പ്രമുച്യത്തെ, സുഖമായി വിടുവിട്ട് വരിക. എപ്പോഴും ഉപയോഗിക്കുന്ന ഉദാഹരണം, തേങ്ങ എത്ര ചിരകിയാലും ചിരട്ടയിൽ ഒട്ടി നിൽക്കും അല്ലേ? നാളികേരം അത് തന്നെ കൊട്ടത്തേങ്ങ ആയിക്കഴിഞ്ഞാൽ തനിയെ വിട്ടുവരും. ആ കൊട്ടത്തേങ്ങയായി വിട്ടുവരുന്നതാണ് സുഖം ബന്ധാത് പ്രമുച്യത്തെ. ഉർവാരുകമിവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത്. അങ്ങനെ ജീവിതത്തില് മനുഷ്യ ശരീരം കിട്ടിയ നമ്മൾക്ക് ലോകത്തിൽ ജീവിച്ച് ഇന്ന രീതിയിൽ ജീവിച്ച് പതുക്കെ പതുക്കെ പൂർണ്ണമായ ഒരു ശാന്തി, ആ ശാന്തിക്കുള്ള മാർഗമാണ് നിവൃത്തി മാർഗം എന്ന് പറയുന്നത്. നമ്മളുടെ ആഗ്രഹത്തിന്റെ മാർഗമാണ് പ്രവൃത്തി മാർഗം. അപ്പൊ നമുക്ക് തോന്നും, ഇത് കേൾക്കുമ്പോ തോന്നും നമ്മളൊക്കെ പ്രവൃത്തി മാർഗത്തിലുള്ളവരാണ് എന്ന് തോന്നും. ഒരാൾ കാഷായം ഉടുത്താൽ അയാൾ നിവൃത്തി മാർഗത്തിലുള്ളവനാണ് എന്ന് മുദ്രയും അടിക്കാം. വാസ്തവത്തിൽ നമ്മൾക്കിപ്പോ പ്രവൃത്തി മാർഗവുമില്ല, നിവൃത്തി മാർഗവുമില്ല, രണ്ടുമില്ല. അപ്പോ പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ ഗൃഹസ്ഥന്റെ ധർമ്മമാണ്, ഗൃഹസ്ഥാശ്രമയുടെ ധർമ്മമാണ്. നമുക്കിപ്പോ ഗൃഹസ്ഥാശ്രമം ഉണ്ടോ? കല്യാണം കഴിക്കുന്നുണ്ട്, കുടുംബമുണ്ട്, കുടുംബം പുലർത്തുന്നുണ്ട്, ജോലി നോക്കുന്നുണ്ട്. അത് ഗൃഹസ്ഥാശ്രമമല്ല. കല്യാണം കഴിക്കുന്നവൻ ഗൃഹസ്ഥാശ്രമിയാവില്ല. ഗൃഹസ്ഥാഹ ശ്രമീയേ ആവുള്ളൂ അയാള്. ശ്രമം എന്ന് വെച്ചാൽ വിഷമം. ഗൃഹസ്ഥാശ്രമി. ഗൃഹസ്ഥാശ്രമം എപ്പ ആവുന്നു എന്ന് വെച്ചാൽ ഗൃഹം തപോവനം എന്നൊരു ശ്ലോകമുണ്ട്. ഗൃഹസ്ഥാശ്രമം അതിനു മുമ്പ് ബ്രഹ്മചര്യാത് ഗൃഹീഭവേത് ഗൃഹീഭൂത്വ വനീഭവേത് വനീഭൂത്വ പ്രവ്രജേത്, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പേര്. വളരെ അധികം വിഹിതമായ നിയതമായ രീതിയിൽ കുടുംബത്തിൽ ജീവിച്ച് അവിടെയും ശാന്തിയോടുകൂടെ ജീവിതത്തിന് മുഖ്യ ലക്ഷ്യം ഭഗവത് ഭക്തി, ഭഗവത് സാക്ഷാത്കാരം. വേദാന്തപരമായിട്ട് പറഞ്ഞാൽ സമ്പൂർണമായ ജീവൻ മുക്തി. ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ അന്തര്യാമിയായിട്ടുള്ള ഭഗവാനെ അറിയിക്കാം, ഭഗവത് അനുഭവം ഉണ്ടാവുക. ഇതാണ് ജീവിത ലക്ഷ്യമെന്ന് ആര് വ്രതമെടുത്തിട്ട്, എന്നാൽ പ്രാരബ്ധം ഉള്ളതുകൊണ്ട് നേരെ അങ്ങോട്ട് സന്യാസാശ്രമത്തിലേക്കൊന്നും പോവാൻ പറ്റില്ല. അതുകൊണ്ട് വിവാഹം കഴിച്ച് കുടുംബത്തില് തനിക്ക് വേണ്ട ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് നിഷ്കാമ്യമായി നിസ്സംഗമായി ഭഗവതർപ്പണമായി അനുഷ്ഠിച്ചുകൊണ്ട് ഇതിന്റെ നടുവിലിരിക്കുമ്പോഴും തനിക്കൊരു ലക്ഷ്യമുണ്ടെന്നും സമ്പൂർണമായും നിവൃത്തമായി ശാന്തമായി സ്വതന്ത്രമായി തീരേണ്ടത് തന്റെ ആവശ്യമാണെന്നും താൻ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാര്യയോ
തന്റെ വീടോ തന്റെ ധനമോ തന്റെ കുട്ടികളോ ഒക്കെ തന്നെ എപ്പോ വേണമെങ്കിലും തന്നാൽ ഉപേക്ഷിക്കപ്പെടാം, അല്ലെങ്കിൽ അവരാൽ ഉപേക്ഷിക്കപ്പെടാം തന്നെ എന്നൊക്കെ നല്ലവണ്ണം അറിഞ്ഞുകൊണ്ട് മരത്തിന്റെ കൊമ്പിലിരിക്കുന്ന കിളിയെ പോലെ, കിളി എവിടെയാ ഇരിക്കണത്? മരത്തിന്റെ കൊമ്പില്. ഫുൾ വെയിറ്റും മരത്തിന്റെ കൊമ്പിൽ തന്നെ കൊടുത്തുകൊണ്ടാണ് ഇരിക്കണത്. പക്ഷെ ആ കൊമ്പ് പൊട്ടിയാൽ കിളി ചുവട്ടിൽ വീഴുവോ? അത് പറന്നു പോവും അല്ലേ? ഇരിക്കുമ്പോ കൊമ്പിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിന്റെ ഫുൾ വെയിറ്റും കൊമ്പിൽ തന്നെയാണ്. അതേപോലെ ഗൃഹത്തിൽ ഇരിക്കുമ്പോഴും ഗൃഹത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, കുടുംബകാര്യങ്ങളൊക്കെ നടത്തുന്നു. പക്ഷെ ഗൃഹത്തിൽ എന്തെങ്കിലുമൊക്കെ നാളെ സംഭവിക്കുന്നത് കൊണ്ട് അതൊന്നും ഇവനെ ബാധിക്കില്ലെങ്കിൽ ഇവൻ ഗൃഹസ്ഥാശ്രമിയാണ്. കൊമ്പ് പൊട്ടി ചുവട്ടിൽ വീണാൽ ചുവട്ടിൽ വീഴാത്ത പക്ഷിക്ക് 2 ചിറകുകളുണ്ട് വെച്ചുകൊണ്ട് പറന്നു പോകുന്ന പോലെ വിവേകവും വൈരാഗ്യവും 2 ചിറകുകളായി പിടിച്ചുകൊണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുന്ന ആൾക്ക് ഗൃഹസ്ഥാശ്രമം ബന്ധകാരകമല്ല. പ്രവൃത്തിധർമ്മം ക്രമേണ ഇയാളെ നിവൃത്തനാക്കും. ഇയാളുടെ പ്യൂരിഫിക്കേറ്ററിയാണത്. പവിത്രമാക്കും. പതുക്കെ പതുക്കെ ഇയാളെ ശുദ്ധമാക്കി ശരീരത്തിലിരിക്കുമ്പോ തന്നെ ശരീരത്തിലിരിക്കാത്ത സ്ഥിതിയിലേക്ക് കൊണ്ടുവരും. ആ സ്ഥിതിക്ക് പേരാണ് സന്യാസം. ഗീതയിൽ ബാഹ്യമായി സന്യാസത്തിന് ഒരു ലക്ഷണവും കൃഷ്ണൻ പറഞ്ഞില്ല. ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ സന്യാസം എന്ന സ്ഥിതി വരാം. ചിലപ്പോ ബാഹ്യമായി എല്ലാം വിട്ടുപോയി എന്നും വരാം. ഇന്നത് വേണം ഇന്നത് വേണ്ട എന്ന് പറഞ്ഞില്ല. സന്യാസം ഒരു ആന്തരികമായ സ്ഥിതിയാണ് ഗീതയിൽ. സന്യാസം എന്ന് പറയണത് തികച്ചും ജ്ഞാനമാണ്. സന്യാസം ഗീതയിൽ എപ്പോൾ ഒരാൾ എന്തൊക്കെ പ്രവർത്തിച്ചാലും അയാൾക്ക് ഞാൻ പ്രവർത്തിക്കുന്നു എന്നുള്ള ഭാവം വരില്ലയോ, അയാൾ ലോകത്തിലൊക്കെ വ്യവഹരിച്ചാലും ബന്ധപ്പെടുന്നില്ലയോ, എല്ലാത്തിന്റെ നടുവിലിരിക്കുമ്പോഴും തികച്ചും പ്രശാന്തനായി സമാധിസ്ഥിതനായിട്ടിരിക്കുന്നുവോ, അവനെയാണ് സന്യാസി എന്ന് ഭഗവാൻ ഗീതയിൽ പറയണത്. ഈ അധ്യായത്തിൽ വരാൻ പോകുന്നു. ജ്ഞേയഃ നിത്യസന്യാസി. അപ്പൊ സന്യാസം എന്നത് ആന്തരിക സ്ഥിതിയാണ്. രമണ ഭഗവാന്റെ അടുത്ത് രമണഗീതയിൽ കാവ്യകണ്ഠ ഗണപതി മുനി ആശ്രമധർമ്മങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പോ ബ്രഹ്മചര്യാശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥാശ്രമം 3 പറഞ്ഞു ഭഗവാൻ. 4ാമത്തെ ആശ്രമം പറഞ്ഞില്ല. വാനപ്രസ്ഥം വരെ പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു ചതുർത്ഥാശ്രമ കാലേ സ്വയമേവ ഭവിഷ്യതി. ആ ചതുർത്ഥാശ്രമം സ്വയമേവ ഉണ്ടാവേണ്ടതാണെന്നാണ്. വാനപ്രസ്ഥത്തിൽ ഇരിക്കുന്ന ആള്, വാനപ്രസ്ഥത്തിന്റെ സമ്പ്രദായം എന്താ? ഗൃഹസ്ഥനായി ഇരുന്ന് ഒരു സ്റ്റേജില് ഭാര്യയുടെ അടുത്ത് മക്കളും ഒക്കെ ഉണ്ട്, മക്കൾക്ക് വേണ്ടതൊക്കെ ആയി കഴിഞ്ഞപ്പോ ഭാര്യയുടെ അടുത്ത് ഇയാൾ പറയാണ്, ഇനി നമ്മളൊക്കെ പരസ്പരം വിട്ടുപോകേണ്ടവരാണ്. അപ്പോ ആ വിട്ടുപോകുമ്പോ ഉള്ള വേദന ഇല്ലാതിരിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ നമ്മള് ആന്തരികമായി കൈവല്യത്തിനെ പ്രാപിക്കണം, ഒന്നാകണം. അതുകൊണ്ട് ഞാൻ ഇനി ഏകാന്തത്തിൽ തപസ് ചെയ്യാൻ പോകുന്നു. നിനക്ക് എന്റെ കൂടെ വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ മക്കളുടെ കൂടെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം. രണ്ടിനും തയ്യാറാണ്. ആ രീതിയിൽ പറഞ്ഞു പത്നി ഭർത്താവിന്റെ കൂടെ പോവുകയാണെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ മക്കളുടെ കൂടെ ഇരിക്കാം. ആ സ്ഥിതിയിൽ വാനപ്രസ്ഥത്തിൽ ഇയാൾക്ക് പൂർണ്ണമായ ജ്ഞാനനിഷ്ഠ. അവിടെയാണ് ഉപനിഷത്തുകളൊക്കെ ഉപദേശിക്കപ്പെടുന്നത്. അതുവരെ ഇയാൾ കർമാനുഷ്ഠാനിയാണ്. ഇയാൾക്ക് ആഗ്രഹങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ആദ്യം ഉപനിഷത്തൊന്നും പഠിപ്പിക്കില്ല. ഇപ്പൊ എല്ലാരെയും വിളിച്ച് നമ്മൾ ഉപനിഷത്ത് ക്ലാസ്സൊക്കെ എടുക്കുന്നുണ്ട്. അത് ഈ കാലത്തിന്റെ ആവശ്യമായിരിക്കാം. അത് ചിലപ്പോൾ ഈ ഗീത പോലെ കേടുവന്നു പോവാനുള്ള വഴിയുമായിരിക്കാം. ഗീത വഴി മാറിപ്പോയ പോലെയുള്ള വഴിയുമായിരിക്കാം, അറിയില്ല. പടിയായിട്ട് ഏതായാലും അധ്യാത്മമാർഗം പടിപടിയായിട്ട് പോവാൻ പറ്റില്ല. പലരും പല സ്റ്റേജിലാണ്. അതുകൊണ്ട് ഒരാൾക്ക് ആദ്യം തൊട്ട് തന്നെ ചിലപ്പോ ബ്രഹ്മചര്യാദേവ പ്രവ്രജേത് എന്ന് നിയമമുണ്ട്. അപ്പൊ ഓരോരുത്തർ ഏത് സ്ഥിതിയിൽ ഇരിക്കണമെന്ന് പറയാൻ വയ്യ. അപ്പോ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരിക്കുമ്പോ തന്നെ ഒരാൾ തയ്യാറെടുക്കുകയാണ്, റിട്ടയർമെന്റിന് തയ്യാറെടുക്കുകയാണ്. ഇന്നത്തെ മോഡേൺ ലാംഗ്വേജിൽ പറഞ്ഞാൽ, ആധുനിക ഭാഷയിൽ പറഞ്ഞാൽ
ബ്രഹ്മചര്യത്തിലിരുന്ന ആള് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ ബ്രഹ്മചര്യത്തിൽ ഇരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ. ഇപ്പൊ ഗൃഹസ്ഥന്മാരായിട്ടുണ്ടല്ലോ, കുടുംബത്തിലുണ്ടല്ലോ. ഈ ഗൃഹസ്ഥ ധർമ്മത്തിനെ ഇനി വാസ്തവത്തിൽ ഗാർഹസ്ഥ്യമാക്കി തീർക്കാം. അവിടെ ഭക്തിയും ഭജനവും നാമജപവും ഭഗവത് ധ്യാനവും ഒക്കെ ചെയ്ത് പതുക്കെ പതുക്കെ ചിത്തത്തിനെ ലോകവിഷയങ്ങളിൽ നിന്നും അന്തർമുഖമാക്കി ഒരു റിട്ടയർമെന്റ് പീരിയഡ്, അതായത് ഏതൊരു സ്റ്റേജിൽ ബാഹ്യമായൊരു കർമ്മവും ഇല്ലെങ്കിലും ഞാൻ സ്വതന്ത്രമായി എന്റേതായ അനുഷ്ഠാനങ്ങളുമായി ഒന്നിനെയും ആശ്രയിക്കാതെ. ചില ആളുകൾക്ക് ചില കർമ്മം ചെയ്തു കഴിഞ്ഞാൽ റിട്ടയർമെന്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. കമ്പ്യൂട്ടറുടെ മുമ്പിൽ ഇരുന്ന് 60 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടർ ഇല്ലാതിരിക്കാൻ പറ്റില്ല. എന്തിനെങ്കിലും ഒക്കെ കൊട്ടിക്കൊണ്ടിരിക്കണം. ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ പഴയ കാലത്ത്, അത് കഴിഞ്ഞ് റിട്ടയർമെന്റ് കഴിഞ്ഞ ആളുകൾക്ക് ടൈപ്പ് റൈറ്റിംഗ് മെഷീൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല ടേബിളിന്റെ മുകളിൽ. അപ്പോ കർമ്മം ചെയ്യുന്ന കാലത്ത് തന്നെ പതുക്കെ പതുക്കെ കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള ഒരു ട്രെയിനിങ് ആണ് കർമ്മയോഗം. കർമ്മയോഗം നൈഷ്കർമ്മ്യത്തിലേക്ക് കൊണ്ടുവിടും. അത് കർമ്മയോഗമല്ല. കർമ്മയോഗത്തിനു മേലെ ഒരു സ്റ്റേജ് ഉണ്ട്, അകർമ്മം, ശാന്തിക്ക് ഉള്ള വഴി. അതാണ് നിവൃത്തി എന്ന് പറയുന്നത്. പ്രവൃത്തിരപി ധീരസ്യ നിവൃത്തിരുപജായത്തെ നിവൃത്തിരപി മൂർഖസ്യ പ്രവൃത്തിഫലദായിനി. പ്രവൃത്തിധർമ്മം പോലും ധീരനായിട്ടുള്ള ആൾക്ക് നിവൃത്തിക്കുള്ള മാർഗമായിട്ട് തീരും. മൂർഖന്, മൂഢന് നിവൃത്തിധർമ്മം പോലും പ്രവൃത്തിയായിട്ട് തീരും. അപ്പൊ ഈ പ്രവൃത്തിധർമ്മം നിവൃത്തിധർമ്മം ഈ 2 വാക്കിനെ വെച്ചുകൊണ്ട് വേണം നമ്മൾ ഈ അധ്യായത്തിലേക്ക് പ്രവേശിക്കാൻ. പ്രവൃത്തിധർമ്മത്തിലുള്ള ആളുകൾക്കാണ് കർമ്മയോഗം. അവര് ക്രമേണ നിവൃത്തി എന്നുള്ള സ്റ്റേറ്റ്, ആ സ്ഥിതിയിലേക്ക് വരുമ്പോ അവർ സന്യാസികളാവും. സന്യാസം എന്ന് വെച്ചാൽ ജ്ഞാനം എന്നാണ് അർത്ഥം. സന്യാസം ഒരു ബാഹ്യ വേഷമല്ല. സന്യാസോ നിർമ്മലം ജ്ഞാനം കാഷായോ നച്ച മുണ്ടനം. ഈ അധ്യായം പ്രവേശിക്കുന്നതിന് മുമ്പ് നല്ലവണ്ണം ഈ വാക്ക് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഗൃഹസ്ഥന്മാർക്ക് ഏറ്റവും പേടിയുള്ള വാക്കാണ് സന്യാസം. പിന്നെ ആളുകൾ വളരെ കാഷ്വലായിട്ട് ലോകത്തിൽ പറയും എല്ലാം ഉപേക്ഷിച്ച് അയാൾ സന്യാസിയായി. എന്തിനു ഉപേക്ഷിക്കും? പുറത്ത് എവിടെ പോകും? അപ്പൊ സന്യാസം എന്നുള്ള വാക്ക് ആദ്യം അതിനോടുള്ള ഭയപ്പാട് നീക്കണം. 2, എല്ലാവർക്കും ഉള്ള അഭയസ്ഥാനമാണത്. എന്നെങ്കിലും ഒരു ദിവസം രമണ ഭഗവാൻ മനുഷ്യരെയല്ല, ചിലപ്പോ കുരങ്ങുകളെയൊക്കെ സന്യാസി എന്ന് വിളിക്കും. ഒരിക്കൽ ആശ്രമമൊക്കെ ആയി ശേഷം രമണ ഭഗവാൻ ആശ്രമം ഇഷ്ടമേ അല്ല. ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്ക് 2 വാക്കുകൊണ്ട് അത് പറയുകയും ചെയ്യും. നമ്മളൊക്കെ ഓരോ സ്വാമിമാര്. ഈ സ്വാമിത്വത്തിനെ കുറിച്ച് ആരെങ്കിലുമൊക്കെ ഒരു പുസ്തകം എഴുതണം. സാധനങ്ങളൊക്കെ വാങ്ങി മുറിയിൽ പൂട്ടിവെക്കും, ഇടുപ്പിൽ താക്കോലും വെച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് ഒരു സ്വാമിത്വം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കി പറയും. അപ്പോ ഒരു ദിവസം ആരോ പഴം കൊണ്ടുവന്നിരിക്കണം, നിറയെ വാഴപ്പഴം, ആപ്പിളും ഒക്കെ ഉണ്ട്, ഗ്രേപ്സും ഒക്കെ കൊണ്ടുവരുമ്പോ ഒരു ആൺകുരങ്ങ് ബലമായിട്ട് വന്ന് കുറച്ച് പഴം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി ഇയാളുടെ കയ്യിൽ നിന്ന്, കൊണ്ടുവരുന്ന ആളുടെ കയ്യിൽ നിന്ന്. അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോ ഒരു പെൺകുരങ്ങ്, അത് കയ്യില് കുട്ടിയുണ്ടതിന്, തള്ളക്കുരങ്ങ് കുട്ടിയും വെച്ചുകൊണ്ട് പതുക്കെ വന്ന് ഈ പഴം എടുക്കാൻ വന്നപ്പോ അവിടെയുള്ള ജോലിക്കാരൻ വടിയെടുത്തിട്ട് ഓടിച്ചു വിട്ടു. അത് കണ്ടപ്പോ ഭഗവാൻ വളരെ വികാരഭരിതനായി പറഞ്ഞു. വളരെ കോപം വന്നു ആ സമയത്ത്. ഈ അറ്റൻഡന്റിന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊക്കെ എന്താ, നിങ്ങൾക്കൊക്കെ സന്യാസികളാണെന്ന അഭിമാനം. യഥാർത്ഥ സന്യാസി വരുമ്പോ അതിനെ തല്ലി ഓടിക്കുന്നു. നമ്മളൊക്കെ സന്യാസിമാരാണത്ര. വരുന്ന സാധനങ്ങളൊക്കെ മുറിയിൽ കൊണ്ടുവന്നിട്ട് പൂട്ടിവെക്കും. അവൾക്ക് പാവം വീടുണ്ടോ? നിങ്ങളെപ്പോലെ താമസിക്കാൻ ഒരു വീട് കെട്ടിവെച്ചിട്ടുണ്ടോ?
നാളത്തേക്ക് എന്ത് കിട്ടുമെന്ന് അവൾക്കറിയാവോ? തന്റെ കുട്ടിയെ തന്റെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കണു. നമ്മളൊക്കെ സന്യാസികൾ. സന്യാസം എന്ന് വെച്ചാൽ അവളാണ് യഥാർത്ഥ സന്യാസി എന്ന് ആ കുരങ്ങനെ കാണിച്ച് ആ തള്ളക്കുരങ്ങനെ കാണിച്ചുകൊണ്ട് പറയും തള്ളക്കുരങ്ങ് സന്യാസിയാണെന്നാണ് ഭഗവാന്റെ നോക്കുന്ന രീതി. അങ്ങനെയാണ്. പ്രകൃതിയെ വിശ്വസിച്ചിരിക്കുന്നു അല്ലേ? ഗർഭത്തിലിരിക്കുമ്പോൾ നമുക്ക് ആര് ആഹാരം തന്നു? അതേ ശക്തിയെ മനുഷ്യനൊഴിച്ച് എല്ലാ പ്രാണികളും പുറത്തു വന്നു കഴിഞ്ഞാലും കംപ്ലീറ്റ് ട്രസ്റ്റാണ്. അവരായിട്ടൊന്നും ശേഖരിച്ചു വെക്കുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും ചെയ്യണില്ല എന്ന് പറഞ്ഞ് കുറെ വിഷമിച്ച് ആ കുരങ്ങനെ വിളിച്ചു ഭഗവാൻ. വരൂ, വാമ വാമ, പുള്ളക്കുട്ടിക്കാരി. அவ பாவம் எங்க போவா, யாரு கொடுப்பா, வா வா அப்படின்னு சொல்லி கூப்பிட்டு அந்த குரங்கு மெதுவா வந்து ഇത്രയും ആളുകളുണ്ട്. ആളുകളുടെ ഇടയിൽ കൂടെ വന്ന് ഒരേ ഒരു പഴം, അതിന്റെ നടുവിൽ നിന്ന് ഒരു പഴത്തിനെ എടുത്തിട്ട് ആ കുരങ്ങ് പോയി. അപ്പൊ അവിടെ ഇരിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ നോക്കിയിട്ട് പറയാണ്, ഉങ്ക മുഖത്തിലെല്ലാം കരിയെ തേച്ചിട്ട് പോറാവ. നിങ്ങളുടെയൊക്കെ മുഖത്തില് കരി തേച്ചിട്ട് പോവുകയാണെന്നാണ്. എന്താന്ന് വെച്ചാൽ അതിന് വേണമെങ്കിൽ 4-5 പഴം എടുത്തോണ്ട് പോവായിരുന്നു, ഒരു കൊല ചീർപ്പ് പഴം എടുത്തോണ്ട് പോവായിരുന്നു. ഇത്രയും പഴത്തിൽ നിന്ന് ഒരേ ഒരു പഴം എടുത്തുകൊണ്ട് തനിക്ക് ആവശ്യതാണ്, ആവശ്യം മാത്രമേ ഉള്ളൂ. അവരുടെ രീതി നോക്കിയാൽ നമുക്ക് കാണാം. നാളത്തേക്ക് ഒന്നുമില്ലല്ലോ. ആശ്രമത്തിൽ പൈപ്പുണ്ട്. ആ പൈപ്പൊക്കെ കുരങ്ങന്മാര് തുറക്കും, അടക്കില്ല. അവർക്ക് വെള്ളം കുടിക്കണം, തുറക്കും. പിന്നെ അത് കുടിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു, അതിന്റെ കാര്യം മറന്നു കഴിഞ്ഞു. ഇനി അത് അടയ്ക്കണം എന്ന് അവർക്കറിയോ? വെള്ളം കുടിക്കാൻ അവർ തുറക്കും. പ്രകൃതിയിൽ അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കും, അത് കഴിഞ്ഞാൽ അത് മറന്നു. അതിനെയാണ് സന്യാസം എന്ന് പറയണത് എന്നാണ്. അപ്പോ പ്രകൃതിയിൽ അവർക്ക് സമ്പൂർണ്ണ ആശ്രയമാണ്. നാളത്തേക്ക് എന്നൊന്നും ശേഖരിച്ചു വെക്കണില്ല. ഉള്ളിലിരിക്കുമ്പോ ഏത് ശക്തി നമ്മളെ നോക്കിയോ അതിനോടുള്ള ട്രസ്റ്റ്, ശരണാഗതി പൂർണ്ണമാണ്. അപ്പോ സന്യാസം എന്ന് പറയണത് ഒരു മനുഷ്യന് ഉണ്ടാവുന്ന വേഷമോ പേരോ ഒന്നുമല്ല, എല്ലാവരുടെയും ലക്ഷ്യസ്ഥാനമാണ്. അവിടെ എത്തിയാലേ നമ്മൾ പൂർണ്ണമാവുള്ളൂ. അവിടെ എത്തിയാലേ നമ്മൾക്ക് പൂർണ്ണത വരുവുള്ളൂ. അഥവാ ഏതൊരു സ്ഥിതിയിലെത്തിയാൽ നമ്മൾക്ക് പൂർണ്ണരായെന്ന് തോന്നണമോ, നമുക്ക് ശാന്തി വരുന്നുവോ, നമുക്ക് ആനന്ദം വരുന്നുവോ, ഭയം നീങ്ങുന്നുവോ, എവിടെ നമ്മളുടെ ഉള്ളിൽ തന്നെ പ്രപഞ്ചത്തിന് മുഴുവൻ മൂലകാരണമായിട്ടുള്ള സത്യത്തിനെ, അതിനെ ഭഗവാൻ എന്ന് വിളിക്കൂ, ബ്രഹ്മം എന്ന് വിളിക്കൂ, എന്തു വേണമെങ്കിൽ വിളിക്കൂ, പ്രപഞ്ചത്തിന് മുഴുവൻ മൂലകാരണമായിട്ടുള്ള സത്തയെ നമ്മളിൽ തന്നെ എപ്പോ കാണുന്നുവോ അഥമർത്യോ അമൃതോ ഭവതി. ശ്രുതി പറയണത് ഇവിടെ തന്നെ അവൻ അമൃതനായിട്ട് തീരും. യഥാ സർവേ പ്രമുച്യന്തേ കാമായേസ്യ ഹൃദിശ്രിതാഃ അഥമർത്യോ അമൃതോ ഭവതി അത്ര ബ്രഹ്മസമശ്നുതേ. എപ്പോഴാണോ ഒരാളുടെ ഹൃദയത്തിലുള്ള സകല കാമനകളും അയാളെ വിട്ടുപോകുന്നത്, മർത്യൻ അമൃതനായിട്ട് തീരുന്നു, മരണമില്ലാത്തവനായിട്ട് തീരുന്നു. ഇവിടെ തന്നെ ഇപ്പൊ തന്നെ ഇരിക്കുമ്പോ തന്നെ ബ്രഹ്മസമശ്നുതേ, ബ്രഹ്മത്തിനെ അഥവാ ഭഗവത് സ്വരൂപത്തിനെ പൂർണ്ണതയെ പ്രാപിക്കുന്നു. അത്ര ബ്രഹ്മസമശ്നുതേ. ഇതെല്ലാവരുടെയും ലക്ഷ്യസ്ഥാനമാണ്. ഇതിന് ബാഹ്യമായി ഫാൻസി ഡ്രസ്സൊന്നും വേണ്ട. കാഷായം ധരിക്കുന്നതൊക്കെ എന്തിനാ വന്നത്, ബാഹ്യ സന്യാസമൊക്കെ എന്തിനാ വന്നത് എന്ന് വെച്ചാൽ, വാസ്തവത്തിൽ സന്യാസിക്ക് കാഷായം ഒന്നും വിധിച്ചിട്ടില്ല. വസ്ത്രം പോലും ഇല്ലാതെ നിർവാസനോഭൂത്വം പ്രവ്രജേത എന്നാണ്. വസ്ത്രമൊന്നുമില്ല സന്യാസിക്ക്. പിന്നെ സമൂഹത്തിൽ ഇരിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ എന്ന് പറഞ്ഞു ഒരു കിഴിഞ്ഞ തുണിയോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ഉടുക്കുകയാണ് വഴിയിൽ കിട്ടിയത്. ഇന്നും സമ്പ്രദായ സന്യാസികൾ അപൂർവം ചിലരൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങനെയാണ്, ഒറ്റ മുണ്ടേ ഉടുക്കുള്ളൂ, മുട്ടിനു മേലെ. അതെന്തിനാ? അത്യാവശ്യത്തിന്, സമൂഹത്തിന് വേണ്ടി. അവർക്കൊന്നും വേണ്ട. നമുക്കിപ്പോ സിൽക്ക് കാവിയും പട്ടുകാവിയും ഒക്കെയാണ്. ഇതൊന്നും സന്യാസമല്ല. സന്യാസം എന്ന് പറയണത് വരുമ്പോ മാഠാപത്യം സന്യാസമല്ല. ഒരു സന്യാസിക്ക്
ശാപമാണ് മഠാധിപതിയായിരിക്കുക എന്ന് പറയണത്. അതിനേക്കാളും വലിയൊരു ശാപമില്ല. അവര് തികച്ചും അടിമകളാണ്. എല്ലാവരുടെയും നടുവിൽ ഒരു മഠാധിപതി എന്ന് വെച്ചാൽ ആര് ചുറ്റുമുണ്ടാവും? ഉത്തമ സാധകന്മാർക്ക് അടുത്തു പോവാൻ പറ്റില്ല, ഭക്തന്മാർക്ക് അടുത്തു പോവാൻ പറ്റില്ല, ഒരു സത്സംഗത്തിന് അവരുടെ അടുത്തുനിന്ന് പ്രയോജനപ്പെടുത്താൻ പറ്റില്ല. ചുറ്റും പണക്കാരായിട്ടുള്ളവരും രാഷ്ട്രീയക്കാരായിട്ടുള്ളവരും ഒക്കെ ചുറ്റും വലയം വെച്ച് എത്ര അടിമകളായിത്തീരും അല്ലെ? അവർ ജ്ഞാനികളാണെങ്കിൽ അതിന്റെ നടുവിൽ അവർ സ്വതന്ത്രരായിരിക്കുമായിരിക്കാം. പക്ഷെ എന്നാലും അത് സന്യാസത്തിന്, പൂർണ്ണ സ്വാതന്ത്ര്യത്തിന് അതും വിഘ്നമാണ്. ഒരു വിധത്തിലുള്ള ബാഹ്യമോ ആന്തരികമോ ആയ ബന്ധനമില്ലാത്ത സ്ഥിതിയാണ് സന്യാസം. അത് നമ്മളുടെ ഹൃദയം വേണം നമ്മളുടെ അടുത്ത് പറയാൻ നമുക്കതുണ്ടോ ഇല്ലയോ എന്ന്. നമ്മൾ ശരീരം എടുത്തിരിക്കുന്നു, മരിച്ചു പോവാൻ പോകുന്നു എന്ന് വെച്ചാൽ ഈ ശരീരം നമ്മളെ വിട്ടു പോവാൻ പോണു. ഈ ശരീരം വിട്ടുപോകുന്നതിന് മുമ്പ് ഹൃദയത്തിൽ നിന്നൊരു പൂർണ്ണ നിറവ്, ഒരു പൂർണ്ണത, ശാന്തി, ആനന്ദം, ധന്യതാബോധം ഉണ്ടാവണം. നമ്മളോട് തന്നെ നമ്മൾ ചോദിക്കണം. നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തണ്ട. അതാണ് വേദാന്തം, അധ്യാത്മികം എന്നൊക്കെ പറഞ്ഞ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ളതല്ല. നാലാളുകൾ നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു, പത്രത്തിൽ എഴുതുന്നുണ്ടോ, നമ്മളെ എത്ര പേര് നമസ്കരിക്കുന്നു, ഇതൊക്കെ വിഡ്ഢിത്തമാണ്. സത്യം അറിയണമെങ്കിൽ ഒളിഞ്ഞു താമസിക്കണം. അവിവൃത്തഹാചര എന്നാണ്. എന്നുവെച്ചാൽ അല്പം പോലും ഞങ്ങളെപ്പോലെ ഇതുപോലെ സ്റ്റേജിലൊക്കെ ഇരുന്ന് പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടുപോകും. അതിന് ബാഹ്യമായി ഒന്നും വേണ്ട, ആശ്രമം വേണ്ട, ഒന്നും വേണ്ട. എത്ര സ്ഥലം കിടക്കണു. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ആശ്ചര്യപ്പെടും. ആളുകൾക്ക് ഉപയോഗിക്കാൻ അറിയുമെങ്കിൽ എത്ര ആശ്രമങ്ങൾ, എത്ര അമ്പലങ്ങൾ ആരൊക്കെയോ നടത്തുന്നു. സത്യം അറിയാൻ സാധനാമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ഇതുപോലെ എത്ര സ്ഥലമുണ്ട്. എവിടെ വേണമെങ്കിലും ഇരുന്ന് ഭഗവത് ഭജനം ചെയ്യാനും ഏകാന്തമായി ധ്യാനം ചെയ്യാനും ശാസ്ത്രവിചാരം ചെയ്യാനും ഒക്കെ ഇഷ്ടംപോലെ അമ്പലങ്ങളും സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ കമ്മിറ്റിക്കാരും അവരുമൊക്കെ നടത്തിക്കോട്ടെ, നമ്മൾക്ക് അനുഭവിക്കാം. ലോകം അറിയണ്ട, പുറത്തറിയണ്ട, അറിയിക്കണ്ട. ആന്തരികമായ സ്വാതന്ത്ര്യത്തിന് പേരാണ് സന്യാസം. അതും വേദാന്തം വ്യക്തമായിട്ട് പറയുന്നു. നമ്മളുടെ സ്വരൂപത്തിനെ അറിയൽ, ജ്ഞാനം സന്യാസ ലക്ഷണം. ജ്ഞാനമാണ് സന്യാസത്തിന്റെ ലക്ഷണം. ആത്മാവിന്റെ സ്വരൂപം തന്നെ മുക്തിയാണ്. ടോക്സ് വിത്ത് രമണ മഹർഷിയിൽ ഭഗവാന്റെ അടുത്ത് ഒരിടത്ത് ചോദിക്കുന്നു, ഷുഡ് വി നോട്ട് റിനൗൺസ്? അപ്പൊ ഭഗവാൻ പറയുന്നു, ദ സെൽഫ് ഹാസ് ഓൾറെഡി റിനൗൺസ്ഡ് എവറിത്തിങ്, യു ജസ്റ്റ് റെക്കഗ്നൈസ് ഇറ്റ് ഇൻ യുവർ സെൽഫ്. ഉള്ളിൽ നിങ്ങളുടെ അന്തര്യാമി എല്ലാത്തിനെയും എപ്പോഴേ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്ന് വെച്ചാൽ അതിനൊന്നിനോട് സംഘമില്ല. അസംഗോഹി അയം പുരുഷ. ഈ ഉള്ളിലുള്ള നമ്മളുടെ വാസ്തവത്തിലുള്ള സ്വരൂപം ഒന്നിനോടും പറ്റിയിട്ടില്ല. ആ പറ്റില്ലാത്ത വസ്തുവിനെ അകമയ്ക്ക് കാണലാണ് സന്യാസം, അറിയലാണ് സന്യാസം. അതുകൊണ്ട് ജീവൻ വിമുക്തനായിട്ട് തീരും, സ്വതന്ത്രനായിട്ട് തീരും. നമ്മൾക്ക് അങ്ങനെ ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്. ആ ലക്ഷ്യത്തിലേക്ക് ഉള്ള മാർഗമാണ് ഗീതയിൽ ഭഗവാൻ മുമ്പിൽ തുറന്നു വെക്കുന്നത്. ആ മാർഗത്തിൽ ചെല്ലണമെങ്കിൽ ആദ്യത്തെ പടി ചിത്തശുദ്ധി ഉണ്ടാവണം. ചിത്തം ശുദ്ധമായാൽ ഇതുപോലെ സത്സംഗത്തിൽ ആത്മവിദ്യ കേൾക്കുമ്പോൾ നല്ലവണ്ണം തെളിയും. തെളിഞ്ഞു കഴിഞ്ഞാൽ സന്യാസം എന്നുള്ളത് ആന്തരികമായി ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. അങ്ങനെ ഉണ്ടായ ശേഷം നിങ്ങൾക്ക് പ്രാരബ്ധമുണ്ടെങ്കിൽ പിന്നെയും പ്രവൃത്തികളും കാര്യങ്ങളും ഒക്കെ ലോകത്തിൽ കുറച്ചൊക്കെ ചെയ്യും, സംഘമില്ലാതെ ചെയ്യും. അവസാനം എല്ലാം വിട്ടുപോകും. നൈഷ്കർമ്മ്യസിദ്ധിം പരമാം. ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ശാസ്ത്രമാണ്. വളരെ വളരെ സഹജമായിട്ടുള്ള, നിസർഗമായിട്ടുള്ള ഒരു ശാസ്ത്രമാണത്. ഈ ശാസ്ത്രത്തിനെ നേരെ ചൊവ്വെ അറിയാമെങ്കിൽ നമ്മളുടെ ജീവിതം പൂർണ്ണമായിട്ട് തീരും. അപ്പോ ചിത്തശുദ്ധിയാണ് ആദ്യപടി. ചിത്തശുദ്ധി ഉണ്ടാകുമ്പോ, ചിത്തം ശുദ്ധമായി കഴിയുമ്പോ നമ്മൾക്ക് തന്നെ ഉള്ളിൽ ചോദ്യം ഉദിക്കും,
നമ്മൾ ആരാണ്, നമ്മളുടെ സ്വരൂപം എന്താണ്, വാസ്തവത്തില് ഈ മരിച്ചു പോകുന്ന ശരീരമാണോ ഞാൻ, ജനനം മരണം ഈ ബന്ധത്തിന്ന് വിമുക്തി ഉണ്ടോ, മരിക്കാത്ത എന്തോ ഒന്നും ഉണ്ട് എന്നുള്ളൊരു ഇന്റിമേഷൻ ആദ്യമായിട്ടുണ്ടാവും ഉള്ളിലും. ചിത്തം ശുദ്ധമാണെങ്കിൽ ഇതൊക്കെയാണ് ലക്ഷണം. അപ്പൊ ചിത്തശുദ്ധിക്ക് ആദ്യമായി ഭഗവാൻ പറഞ്ഞു, അശുദ്ധി എന്ന് പറയുന്നത് കർമ്മവാസനയാണ്. അതുകൊണ്ട് കർമ്മത്തിനെ, ഇപ്പോ ഉള്ള കർമ്മത്തിനെ കർമ്മയോഗമായിട്ട് അനുഷ്ഠിക്കൂ. അതൊരു ഉപാസനയാണ് ചിത്തശുദ്ധിക്ക് വേണ്ടി. കർമ്മം ചെയ്യൂ, ഫലത്തിന് വേണ്ടി കർമ്മം ചെയ്യരുത്. മാ കർമ്മ ഫലഹേതുർഭൂഹു മാതേ സംഗോസ്തു അകർമ്മണി. എന്നാൽ കർമ്മം ചെയ്യാതെ ഇരിക്കുകയരുത്. നിഷ്കാമ്യമായി ഭഗവത് പൂജാഭാവത്തിൽ കർമ്മം അനുഷ്ഠിക്കൂ, ചിത്തം ശുദ്ധമാവും. ചിത്തം ശുദ്ധമായാൽ ആത്മതത്വവിചാരം ഉണ്ടാവും. എവിടെയെങ്കിലുമൊക്കെ മഹാവാക്യശ്രവണം ഉണ്ടായാൽ, അല്ലെങ്കിൽ ഇങ്ങനെ സത്സംഗത്തിൽ ശ്രവണം ഉണ്ടായാൽ, നമ്മളുടെ ശ്രദ്ധാശക്തി ആ ശ്രവണം കൊണ്ട് ആഹതമായിട്ട് അന്തർമുഖമാവും. അപ്പൊ നമ്മൾക്ക് മുഴുവൻ പൂർണ്ണതയെ തരുന്ന വസ്തുവിനെ നമ്മളിൽ തന്നെ കാണും. അപ്പോഴാണ് ഈ ഗുരു എന്നുള്ള വാക്കിനൊക്കെ അർത്ഥമുള്ളത്. അല്ലാതെ നമ്മൾ ലൗകിക ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ ലൗകികത്തില് പണം വാരാനുള്ള വഴിയിൽ മാത്രം ചെന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വാമിയാരെയോ ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഉപദേശം വാങ്ങിയതുകൊണ്ട് അദ്ദേഹം ഗുരുവുമാവില്ല, നിങ്ങൾ ശിഷ്യനുമാവില്ല. വിഷമിക്കരുത്. ഗുരു അധ്യാത്മികത്തിന് മാത്രമാണ്. അല്ലെങ്കിൽ പാഠകൻ, അധ്യാപകൻ എന്നൊക്കെ പറയാം. അത്രേ പറ്റുള്ളൂ. ഒരാൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചാൽ, സംഗീതം പഠിപ്പിക്കുന്നു, ശാസ്ത്രം പഠിപ്പിക്കുന്നു, നൃത്തം പഠിപ്പിക്കുന്നു, എല്ലാവരെയും നമ്മൾ ഗുരു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ അധ്യാപകന്മാരാണ്. ഗൂശബ്ദസ്തു അന്ധകാരസ്യാത് റൂശബ്ദസ്തന്നിരോധക അന്ധകാര നിരോധിത്വാത് ഗുരുരിത്യഭിധീയത്തെ എന്നാണ്. ആചാര്യൻ ഗുരുവാവില്ല. ഇപ്പൊ ഈ പീഠത്തിൽ ഇരുന്നുകൊണ്ട് പറയുമ്പോൾ ആചാര്യസ്ഥാനമാണ്. ആചാര്യൻ ഗുരുവാവില്ല. ആചാര്യൻ ജനറലാണ്, എല്ലാവർക്കുമായിട്ട് പറയാനാണ്. പേഴ്സണലായിട്ട് ഉപദേശിച്ച് ആ ഉപദേശം കൊണ്ടൊരു വ്യക്തിയിലുള്ള അജ്ഞാനം നീങ്ങി, അകമേക്കുള്ള അന്ധകാരം നീങ്ങി, ആ വ്യക്തിക്ക് താൻ സത്യം കണ്ടെത്തിയതായിട്ടും തനിക്ക് ജനനമരണങ്ങളുടെ ബന്ധം നീങ്ങിയതായിട്ടും താൻ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹങ്കാരമല്ല, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്തയാണ് താൻ എന്നുള്ള ഉണർവുണ്ടാവുകയും ആ ഉണർവുണ്ടാക്കാൻ കാരണമായിട്ട് തീർന്ന വ്യക്തി ഗുരുവാവുകയും ചെയ്യുകയാണ്. ബോധം വരുത്തുവതിനാളായി നിന്ന് പരമാചാര്യരൂപ ഹരിനാരായണായ നമ. മുക്തിക്ക് തക്കൊരു ഉപദേശം നൽകും ജനനമറ്റിയിടുവന്നവനു നാരായണായ നമ. ഗുരുതത്വം അതാണ്. ഇപ്പൊ അർജുനന് കൃഷ്ണൻ ഗുരുവാണ്. എന്താ അർജുനൻ അവസാനം പറഞ്ഞു? നഷ്ടോ മോഹസ്മൃതിർലബ്ധ. അപ്പോഴാണ് ഗുരുവാവണത്. അച്ഛൻ ആദ്യം ജനിക്കുവോ, മകൻ ആദ്യം ജനിക്കുവോ? മകൻ ജനിച്ചിട്ടാണ് ഒരാൾക്ക് അച്ഛൻ എന്ന് പേര് വരുന്നത്, അല്ലേ? അതുവരെ അയാൾ ഒരു മനുഷ്യ വ്യക്തി മാത്രമാണ്. അതേപോലെ ഒരാളിൽ ജ്ഞാനം പിറക്കുമ്പോഴാണ് അതിന് കാരണമായി തീർന്ന വ്യക്തി ഗുരുവാവുന്നത്. അതുവരെ അയാൾ ഉപദേഷ്ടാവ് മാത്രമാണ്. അതുവരെ അയാൾ അധ്യാപകൻ മാത്രമാണ്. അയാൾ ഈസ് ഓൺലി എ ടീച്ചർ. ബഹുമാനം വേണം, ആദരവ് വേണം, ഭക്തി വേണം, എല്ലാം വേണം. പക്ഷെ ഗുരു എന്ന് പറയുന്ന പദം അദ്ഭുതമായ ഒരു പദമാണ്. അത് സാധാരണമായിട്ട് വാസ്തവത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. ഓൺലി ആൻ ഇംപേഴ്സണൽ പേഴ്സൺ ക്യാൻ ബി എ ഗുരു. അദ്ദേഹം ഒരു വ്യക്തി അല്ലാത്ത വ്യക്തിയാണ്. ഗുരു എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. അദ്ദേഹം ഒരു മഹാഗർത്തമാണ്. ആ മഹാഗർത്തത്തിനോട് നമ്മൾ തൊട്ടാൽ നമ്മൾ അതിനകത്ത് വീണുപോകും, നമ്മൾ ഇല്ലാതായിട്ട് തീരും. വിഷ്ണു സഹസ്രനാമത്തിൽ ഭഗവാൻ ഒരു പേരാണ് മഹാഗർത്ത എന്നാണ്. വിഷ്ണു സഹസ്രനാമത്തിലൊരു നാമമാണ് ഭഗവാൻ. മഹാഗർത്തം എന്ന് വെച്ചാൽ അറ്റം കാണാത്ത കുഴി, വീണു പോകും അതിനകത്ത്. യു വിൽ ലൂസ്. ഭഗവാൻ രമണ മഹർഷിയെ പ്രൊഫസർ സ്വാമിനാഥൻ, മഹാത്മാഗാന്ധിജിയുടെ ഒരു വളരെ ക്ലോസ് അസോസിയേറ്റ് ആയിരുന്നു അദ്ദേഹം.
അദ്ദേഹം ആദ്യമായിട്ട് കാണാൻ പോകുമ്പോ ഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിലെ ഒരു ഭക്തൻ പറഞ്ഞു, നിങ്ങൾ രമണാശ്രമത്തിൽ മഹർഷിയെ കാണാൻ പോവാണെങ്കിൽ ഒരു കാര്യം ചെയ്യൂ, നിങ്ങളുടെ ഭാര്യ കുട്ടികള് ഇവരെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ടു പോകണം, തനിയെ പോകാൻ പാടില്ല. അപ്പൊ എന്തേ അങ്ങനെ പറയണത്? ഞാനൊരു സത്സംഗത്തിന് പോകുമ്പോ തനിയെ പോകണോ എന്ന് ആശിക്കുകയാണ്, എന്തിനാ ഭാര്യയും കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകാൻ പറയണത്? അദ്ദേഹം പറഞ്ഞു, അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഞാൻ പറയാണ്. ചില മലയിലൊക്കെ വളരെ ഉയർന്ന ഒരു പീക്ക് നിന്ന് ചോട്ടിലേക്ക് നോക്കുമ്പോ ചോട്ടിൽ ഇടുപ്പിലൊരു കയറ് കെട്ടിയിട്ട് പുറകെ ആരെങ്കിലുമൊക്കെ പിടിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടാണ് നോക്കുക, വീഴാതിരിക്കാൻ വേണ്ടിയിട്ടേ. അല്ലെങ്കിൽ എവിടെയും കെട്ടിയിട്ടൊക്കെയാണ് നോക്കുക ചോട്ടിലേക്ക്, തലചുറ്റി വീണാലോ എന്ന്. അതുപോലെ വാസ്തവത്തിൽ ഗുരുദർശനം ഒരാൾക്കുണ്ടായാൽ അത് മഹാഗർത്തമാണ്. എന്നുവെച്ചാൽ it will suck your individuality. He will also make you a no person, impersonal. He will also make you an impersonal person. നമ്മളുടെ സാധാരണ വ്യക്തിത്വത്തിനെ അത് വിഴുങ്ങിക്കളയും, ഇല്ലാതാക്കി തീർക്കും. யானாகிய என்னை விழுங்கி வெறும் தானாய் நிலை நின்றது தத்பரமே அப்படின்னு அருணகிரிநாதர் கந்தர் அனுபூதியில பாடுறார். அங்கதான் முருகன் உபதேசம் கொடுத்த சத்குரு ஆகிறார். சத்குருநாதா அப்படிதான் முருகனை குருவா தான் பார்க்கிறார் அருணகிரிநாதர். யானாகிய என்னை விழுங்கி வெறும் தானாய் நிலை நின்றது தத்பரமே. ഞാനെന്നുള്ള എന്റെ വ്യക്തിത്വത്തിനെ വിഴുങ്ങി, എന്നിട്ടും ഒരു വ്യക്തിത്വം ഉണ്ട്. ആ വ്യക്തിത്വം അഹങ്കാരമല്ല, അവിടെ കേവലമായ സത്യം ഭഗവത് സ്വരൂപം മാത്രം പ്രകാശിക്കുന്നു, സച്ചിദാനന്ദം പ്രകാശിക്കും. ആ സച്ചിദാനന്ദത്തിനെ പ്രകാശിപ്പിക്കാൻ കാരണമായ വ്യക്തി അല്ലെങ്കിൽ കേന്ദ്രം അല്ലെങ്കിൽ മൂർത്തി. ചിലപ്പോ ചിലർക്കൊക്കെ അമ്പലത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വിഭൂതി മതി ഗുരുവാവാൻ. ഇതൊക്കെ മിസ്റ്റിക് സീക്രട്സ് ആണ്. ഒരു വ്യക്തി വേണമെന്നില്ല. രമണ മഹർഷിക്ക് അരുണാചലം തന്നെയാണ് ഗുരു. ചിലർക്കൊക്കെ കഴിഞ്ഞുപോയ കാലത്തിലെ ആചാര്യന്മാർ ഗുരുക്കന്മാരാണ്. നേരിട്ട് വ്യക്തിരൂപത്തിൽ കാണണമെന്നില്ല, ഏതോ വിധത്തിൽ കാര്യം നടന്നു പോകും. കാര്യം നടന്നാൽ ഈ നടന്ന ശിഷ്യനും അറിയാം, ആ ഉപദേശിച്ച ആചാര്യനും അറിയാം. അവിടെയാണ് ഈ ഗുരു ശിഷ്യ ബന്ധം. അവിടെ ഈ ശിഷ്യന്റെ ഉള്ളിൽ നിന്നും ഒരു തീർത്താൽ തീരാത്ത ഒരു കടപ്പാട്, ഗ്രാറ്റിറ്റ്യൂഡ്, കൃതാർത്ഥത. ശരീരം നിലനിൽക്കുന്നിടത്തോളം തനിക്ക് ആ പൂർണ്ണത തന്ന ആ വ്യക്തിയോടോ ആ രൂപത്തിനോടോ തീർത്താ തീരാത്ത ഒരു കൃതാർത്ഥത ഉള്ളിൽ നിന്നും വെള്ളം പൊന്തി പൊന്തി വരുന്ന പോലെ, ഫൗണ്ടൻ നിന്ന് വരുന്ന പോലെ വന്നുകൊണ്ടിരിക്കും. ആ വികാരം പോലെ തോന്നുന്ന ആ ഭാവത്തിന് പേരാണ് ഭക്തി. അത് വികാരമല്ല. അതുകൊണ്ടാണ് പറയുന്നത് വികാരം പോലെ തോന്നുന്ന ആ ഭാവത്തിന് പേരാണ് ഭക്തി. അത് ഏർപ്പെടുമ്പോ മാത്രമേ അറിയുള്ളൂ. ആ ഭാവത്തിന് പേരാണ് ഭക്തി. ആ ഭക്തി, അത് നാരദൻ ഭക്തി സൂത്രത്തിൽ ഭക്തിക്ക് ഡെഫിനിഷൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. ഭക്തി എങ്ങനെ ഉണ്ടാവും ചോദിക്കുമ്പോൾ നാരദൻ പറയുന്നു, ഒരു മാർഗം കൊണ്ടും ഉണ്ടാവില്ല. മുഖ്യതസ്തു മഹത്കൃപൈവ ഭഗവത് കൃപാലേശാദ്വാം. ചിലപ്പോ ഭഗവത് കൃപ കൊണ്ടും ഉണ്ടായേക്കാം. പക്ഷെ അധികമായും ഉണ്ടാവണത് ഏതെങ്കിലും മഹാത്മാക്കളുടെ കൃപ കൊണ്ടാണ് ഉണ്ടാവണത്. എന്തുണ്ടാവും അത് ഡിഫൈൻ ചെയ്തിട്ടില്ല നാരദൻ. എന്തോ ഒന്നുണ്ടാവും. ഉണ്ടായിക്കഴിഞ്ഞാൽ പ്രിയത്തിന്റെ കേന്ദ്രം തന്നിൽ തുറക്കുന്നു. അമൃതസ്വരൂപാച്ച് തന്നിൽ മരണമില്ലായ്മയുടെ അനുഭവം ഉണ്ടാവണു. ഭക്തിയെ നാരദൻ ഡെഫിനിഷൻ കൊടുത്തില്ല. ഈശ്വരന് ഒരു ഡെഫിനിഷനും ഭക്തിസൂത്രത്തിൽ കൊടുത്തില്ല. കേവലം പ്രേമസ്വരൂപമായ ഒരു അനുഭവം, അമൃതസ്വരൂപമായ ഒരു അനുഭവം, മരണമില്ലായ്മയുടെ അനുഭവം. അത് എപ്പോ ഉണ്ടാവണു? മഹത്കൃപയൈവ തദേവ സാധ്യതാം തദേവ സാധ്യതാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിർത്തുന്നത് നാരദൻ. എങ്ങനെയെങ്കിലുമൊക്കെ നേടിയെടുക്കുമെന്നാണ്. അതെങ്ങനെ നേടിയെടുക്കാൻ പറ്റും? നമ്മൾ പരിപാകപ്പെടണം. പരിപാകപ്പെട്ട് കഴിഞ്ഞാൽ ഒക്കെ കാര്യം ശരിയാവും. ആ പരിപാകപ്പെടാൻ എന്താ വഴി? പരിപാകപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ട മഹത്സംഗം ഉണ്ടാവും, ഗുരുസമ്പത്തി ഉണ്ടാവും, ഉപദേശം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, ഒക്കെ മനസ്സിലാവും.
ആ പരിപാകം എങ്ങനെ വരും? ആ പരിപാകത്തിന് കാരണമാണ് പറഞ്ഞത്, ആദ്യം നിങ്ങളുടെ ജീവിതത്തിനെ തന്നെ ഭഗവത് ആരാധനയാക്കി തീർക്കുക. ജീവിതത്തിൽ എല്ലാവിധ കാപട്യവും കാണിച്ചുകൊണ്ടും സ്വാർത്ഥമായി നമ്മളുടെ ഉള്ളിലിരിക്കുന്ന സ്വാർത്ഥതയ്ക്ക് ടാണിക്ക് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്നിട്ട് കുറച്ചു നേരം മെഡിറ്റേഷനോ പ്രാണായാമമോ ജപമോ പൂജയോ ആരാധനയോ ചെയ്താൽ ചിത്തം ശുദ്ധമാവുകയുമില്ല, സദ്ഗുരുവിനെ കിട്ടിയാലും പ്രയോജനപ്പെടില്ല. അപ്പൊ ആദ്യം കർമ്മയോഗത്തിനെ, അതുകൊണ്ട് ആദ്യം ജ്ഞാനയോഗത്തിനാണ് പറഞ്ഞത്, എന്നിട്ടാണ് കർമ്മയോഗത്തിലേക്ക് വരുന്നത്. രണ്ട് മാർഗമേ ഉള്ളൂ ഗീതയിൽ, ജ്ഞാനയോഗം കർമ്മയോഗം. ഭക്തി എന്ന് പറയുന്നത് അനുഭൂതിയാണ് ഗീതയിൽ. ജ്ഞാനം വന്ന ആൾക്ക് വരുന്ന അനുഭവത്തിന് പേരാണ് ഭക്തി. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ഭൂതേഷു മദ്ഭക്തിം ലഭതേ പരാം എന്നാണ്. നല്ലവണ്ണം റിസർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഭക്തിയെ നല്ലവണ്ണം ഗീത മുഴുവൻ അങ്ങോട്ട് തിരട്ടി നോക്കി ഞാൻ എവിടെയായി ഭക്തി വരണത്. ഭക്തൻ എന്നൊക്കെ ഭഗവാൻ ഭക്തിയോഗം എന്നൊക്കെ 12ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും നമ്മളിപ്പോ കാണുന്ന ഭക്തിയൊന്നും ഭഗവാൻ മിണ്ടിയതേയില്ല. ജ്ഞാനിയുടെ ലക്ഷണങ്ങളെയാണ് അവിടെയൊക്കെ വർണ്ണിച്ചത്. അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണയേവച നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി ആന്തരിക ലക്ഷണങ്ങൾ, വെറുപ്പില്ലായ്മ, സമഭാവം, സമദർശിത്വം, ആ പരമഹംസധർമ്മത്തിനെ അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിനെയൊക്കെയാണ് ഭക്തന്റെ ലക്ഷണമായി. ഇങ്ങനെയൊക്കെയുള്ള ആളെ എനിക്ക് വളരെ ഇഷ്ടമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. പിന്നെ ഭക്തി എന്നുള്ള അനുഭൂതി, ആന്തരികമായ ആനന്ദം, ആ പൂർണ്ണത, പ്രതിക്ഷണം വർദ്ധമാനം എന്നൊക്കെ നാരദ മഹർഷി ഭക്തിസൂത്രത്തിൽ പറയുന്ന ആ ഭക്തിയെ എവിടെയാ കൃഷ്ണൻ കൊണ്ടുവച്ചിരിക്കുന്നത് ഗീതയിൽ എന്ന് വെച്ചാൽ, ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി. എപ്പോ ഒരാൾ തന്റെ സ്വരൂപത്തിനെ അറിയുന്നു, ബ്രഹ്മഭൂതം, ബ്രഹ്മം എന്നുള്ള വാക്കും ഉപനിഷത്തൊന്നും വേണ്ട, ഗീതയെ തന്നെ എടുക്കാം. അക്ഷരം ബ്രഹ്മപരമം, തന്റെ ഉള്ളിലുള്ള അക്ഷരത്തിനെ, തന്റെ ഉള്ളിലുള്ള നാശമില്ലാത്തതായ തന്റെ സ്വരൂപത്തിനെ അറിഞ്ഞു കഴിഞ്ഞ് അയാൾക്ക് ഇനിമേലാൽ ശോകമില്ല, ആഗ്രഹമില്ല, ഒന്നും വേണമെന്നുള്ള ആഗ്രഹമില്ല, തന്റേതായി ഇനി ജീവിതത്തിൽ തനിക്ക് നേടാനും ഒന്നുമില്ല, തനിക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യാനും പോണില്ല, താൻ വെറും ഒരു ഭഗവാന്റെ കൃപയാവുന്ന കാറ്റിൽ പറക്കുന്ന ഉണക്കപ്പുല്ലായിട്ട് തീർന്നു കഴിഞ്ഞു. ആ സ്ഥിതിയിലാണ് മദ്ഭക്തിം ലഭതേ പരാം. ഭക്തി അയാളിൽ ജനിക്കുന്നു. ആ ഭക്തി കാരണമില്ലാത്ത പ്രേമമാണ്. സമസർവേഷു ഭൂതേഷു, എല്ലാ ഭൂതങ്ങളിലും അന്തര്യാമിയായിരിക്കുന്ന പരമേശ്വരനെ കണ്ട് ഒരു ആനന്ദം ഏർപ്പെടുന്നു. ആ ആനന്ദത്തിനാണ് ഭഗവാൻ ഭക്തി എന്ന് പറഞ്ഞത്. തന്റെ സ്വാർത്ഥത നിശേഷമായിട്ടും പോയി. അപ്പൊ ഭക്തിയെ ലക്ഷ്യമായിട്ട് ഗീതയിൽ പറയുന്നു. ജ്ഞാനവും കർമ്മയോഗവും രണ്ട് വഴികളാണ്. ലോകേസ്മിൻ ദ്വിവിധാ നിഷ്ഠ, രണ്ട് നിഷ്ഠകളാണ്. കർമ്മയോഗേന യോഗിനാം ജ്ഞാനയോഗേന സാഖ്യാനാം. ജ്ഞാനയോഗം കൊണ്ട് സാഖ്യന്മാർക്കും കർമ്മയോഗം കൊണ്ട് യോഗികൾക്കും.